നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ അലോപ്പതി നിർത്തി ആയുർവേദം നോക്കിയോ? രണ്ടും നോക്കാന്നാ ഡോക്ടർ പറഞ്ഞത്. ദേവിക അത് തന്നെയാ പറയുന്നത്. ദേവിക അമ്മ ഇപ്പോഴും അവള് പറയുന്നത് അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ അമ്മേ, അച്ഛൻ ഒരു കാലത്ത് എഴുന്നേറ്റ് വരരുത്, അതല്ലേ അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാവും അത് മുഴുവനും അവർ ചെയ്യും. അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടോണ്ടോ ഈ അലോപ്പതി ആയുർവേദം മിക്സ് ചെയ്തുള്ള ട്രീറ്റ്മെന്റ്? അത് വിശ്വസിക്കാൻ അമ്മയെപ്പോലുള്ള ചെല്ലം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ? ഇപ്പൊ അവളുടെ ഭരണമല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് അമ്മയെ കൊള്ളാഞ്ഞിട്ടാ. അമ്മയുടെ സ്ഥാനത്ത് വേറെ ഒരു സ്ത്രീകൾ ആരെങ്കിലേ അച്ഛനിപ്പോ എഴുന്നേറ്റ് നടന്നു. ഞാൻ എന്ത് ചെയ്യണമെന്നാ ശരത്ത് പറയുന്നത്? അധികാരം ഉപയോഗിക്കണം. കിടക്കുന്നത് സ്വന്തം ഭർത്താവിന്. സ്വന്തം ഭർത്താവിനെ എങ്ങനെ ചികിത്സിക്കൊണ്ട് തീരുമാനിക്കണ്ടേ അമ്മേ, അല്ലാതെ അവരാണോ? മോനെ, കാശ് അവളല്ലേ കൊടുക്കുന്നത്. കാശിനെ കുറിച്ച് പേടിക്കണ്ടമ്മ. കാശ് ഞാൻ തരും. അച്ഛനെ ഇനി മുതല് ദേവിക ചികിത്സിക്കണ്ട, അത് അമ്മ ചെയ്താൽ മതി. ഞാൻ വിചാരിച്ച എന്ത് ചെയ്യാൻ പറ്റും? പലതും പറ്റും. അല്ലെങ്കിലും അമ്മയല്ലല്ലോ ഒന്നും ചെയ്യുന്നത്, ഞാനല്ലേ. അവളുടെ പിടിയിൽ നിന്ന് മാറ്റി തന്നാൽ മാത്രം മതി. അച്ഛനെ നന്നാക്കി എടുക്കുന്ന കാര്യം ഞാൻ തന്നിരിക്കുന്നു തന്നെ വിചാരിക്കും. നീ ചികിത്സയ്ക്കുള്ള ഏർപ്പാട് തുടങ്ങിക്കും. ഉറപ്പാണല്ലോ. അവസാനം എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോ ദേവിക തടസ്സം നിൽക്കാൻ മതി. വരില്ല, വരാതെ ഞാൻ നോക്കിക്കോളാം. അതാ അച്ഛൻ രക്ഷപ്പെട്ടു തന്നെ വിചാരിച്ചു. ഇനി ഈ മരുന്നൊന്ന് കൊടുക്കണേ, ഞാൻ പറയാം എന്ത് വേണോ അതുപോലെ അമ്മ ചെയ്താ മതി. കേട്ടല്ലോ? എന്നാ അമ്മ ചെല്ലു.